കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള പഠനത്തിൽ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസാണ്. അവർ അക്കാഡമികമായ കൗൺസിലിൽ വെച്ച് അത് പാസ്സാക്കി ഒരു സിലബസാക്കി മാറ്റുന്നു. ഇപ്പോൾ VC പറയുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയ സിലബസിലെ ഈ പാട്ട് ഒരു പഠനത്തെ മുൻനിർത്തി വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അതേപോലെ അജിതാഹാരെ വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ മിനിസ്റ്റർ? എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അവരാണ് തീരുമാനമെടുക്കുന്നത്. അവർ തീരുമാനിച്ചിട്ടാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം വേടന്റെ ആ പാട്ട് വളരെ വിശാലമായ വീക്ഷണമുള്ള ഒരു പാട്ടാണ് എന്നുള്ളതാണ്. സാർവദേശീയ തലത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന നാനാമുഖമായ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അരികുവൽക്കരണങ്ങൾ ഇതെല്ലാം വളരെ സമർത്ഥമായ ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു പാട്ടാണത്. പ്രായത്തിൽ വലിയ ചെറിയ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണല്ലോ. ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് അയാളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിച്ചുകൊണ്ടാണ് സാർവദേശീയ തലത്തിൽ എവിടെയൊക്കെ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഞാൻ അവരോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ അർത്ഥപൂർണമായ ഒരു പാട്ടായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവപ്പെട്ടിട്ടുള്ളത്.